ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു മാങ്ങാക്കറിയാണ്. വെറും ഒരു മാങ്ങാക്കറിയല്ല, അങ്കമാലിക്കാരുടെ പ്രത്യേക ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത അങ്കമാലി മാങ്ങാക്കറിയാണ്. അതിനായിട്ട് അത്യാവശ്യം പുളിയുള്ള 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്, 4 വലിയ സവാള അരിഞ്ഞത്, 10 ചെറിയ ഉള്ളി അരിഞ്ഞത്, 4 പച്ചമുളക് നടുവേ കീറിയത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില. പച്ചമാങ്ങ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ആഡ് ചെയ്യാൻ വിട്ടുപോയി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഒന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയത്ത് മാങ്ങാക്കറി ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന 4 വലിയ സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരുന്ന ചെറുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ആഡ് ചെയ്യാം. കൂടെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഞാനിവിടെ 2 ടീസ്പൂണാണ് ആഡ് ചെയ്യുന്നത്, 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ. എന്നിട്ടെല്ലാം കൂടെ നല്ലപോലെ കൂട്ടി തിരുമ്മിയെടുക്കണം. ഞാനിവിടെ ഏകദേശം 3 മിനിറ്റോളം നല്ലപോലെ തിരുമ്മിയെടുത്തിട്ടുണ്ട്. എല്ലാ ചേരുവകളും നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാൻ വയ്ക്കാം. മാങ്ങ കഷ്ണങ്ങൾ പെട്ടെന്ന് വെന്ത് കിട്ടും, അധികം വെന്ത് ഉടഞ്ഞു പോകാതെ നോക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കും നല്ലപോലെ തിളവന്ന് മാങ്ങ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു വശത്തേക്ക് തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ മാങ്ങ കഷ്ണങ്ങൾ ഒത്തിരി ഉടഞ്ഞു പോകും. ഇപ്പോൾ പാകത്തിന് വെന്ത് റെഡിയായിട്ടുണ്ട്. അടുപ്പ് ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം ഇതിലേക്ക് തേങ്ങയുടെ തനിപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാനൊരു 1/4 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അവസാനമായിട്ട് കടുക് വറുത്ത് താളിക്കുന്നതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് പൊട്ടി വരുമ്പോൾ 3 വറ്റൽമുളക് മുറിച്ചതും ആവശ്യത്തിന് കറിവേപ്പിലയും 6 ചെറിയുള്ളി മുറിച്ചതും കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. അങ്ങനെ മൂപ്പിച്ചെടുത്ത താളിപ്പ് ചൂടോടുകൂടി തന്നെ മാങ്ങാക്കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അങ്കമാലിക്കാരുടെ വളരെ സ്പെഷ്യലായിട്ടുള്ള മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഇതുപോലെ മാങ്ങാക്കറി ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.